ഹലോ ഫ്രണ്ട്സ്, ടെക്നോമിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി പ്രഷർ പമ്പിൻ്റെ റീസ്റ്റോറേഷനാണ്. ഈ പമ്പ് നമ്മൾ വാങ്ങിയത് തൊടുപുഴ മങ്ങാട്ടുപോലെയുള്ള ആക്രിക്കടയിൽ നിന്നും വെറും 80 രൂപയ്ക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പ്രഷർ പമ്പ് 12 വോൾട്ടിൻ്റെ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ പ്രഷർ പമ്പിനെ ഷോപ്പിൽ പുതിയതിന് വില ചോദിച്ചപ്പോൾ സിംഗിൾ മോട്ടർ ഉള്ളതാണെങ്കിൽ 480, ഡബിൾ മോട്ടർ ഉള്ളതിനാണെങ്കിൽ 960 രൂപയാണ് വില പറഞ്ഞത്. ഈ പ്രഷർ പമ്പിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള വയറൊന്നും ഇതിലില്ലായിരുന്നു. അതെല്ലാം നമുക്ക് ഇതിൻ്റെ കവർ അഴിച്ചു മാറ്റിയ ശേഷം സോൾഡർ ചെയ്തെടുക്കാം. ഇതുപോലത്തെ പ്രഷർ പമ്പ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രെയറിലാണ്. ഈ പ്രഷർ പമ്പിൽ മാക്സിമം 100 PSI പ്രഷർ എത്തുമ്പോഴത്തേനെ തന്നെ കട്ട് ഓഫ് ആവും. ഇതിൻ്റെ ഫ്ലോ റേറ്റ് 4.0 LPM ആണ്. നമ്മുടെ ഈ പ്രഷർ പമ്പിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി 2 വയർ എടുത്ത ശേഷം അതിൻ്റെ നെഗറ്റീവ് ലെഗിലേക്ക് സോൾഡർ ചെയ്യണം ഒരെണ്ണം. പോസിറ്റീവിൻ്റെ വയർ കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൽ തന്നെ റെഡ് കളർ വയറുണ്ട്, അതിലേക്ക് കൊടുത്താൽ മതി. മോട്ടറിൻ്റെ ലെഗിലേക്ക് വയർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബാക്കിലത്തെ കവറിൻ്റെ ഇടയിൽ ഒരു ഹോൾ ഉണ്ട്. ആ ഹോൾക്കിടെ ഇട്ട ശേഷം വേണം നമുക്ക് കണക്ട് ചെയ്യാൻ. മോട്ടറിൻ്റെ നെഗറ്റീവിൻ്റെ വയറാണ് വിട്ടുപോയത്, അതിലേക്ക് കറക്റ്റ് വെച്ച് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പോസിറ്റീവിൻ്റെ റെഡ് കളർ വയറുകൾ തമ്മിൽ കണക്ട് ചെയ്ത് നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. എല്ലാം കണക്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്കിലത്തെ കവർ അടച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. റീസ്റ്റോറേഷൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചുമ്മാ തൊടുപുഴ ആക്രിക്കടയിൽ ചെന്നപ്പോൾ അവിടെ ഇത് കിടക്കണ കണ്ടു. എന്നാൽ ജസ്റ്റ് ഇങ്ങനെ അറിയില്ലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് ചെയ്തതാണ്. വയറെല്ലാം കണക്ട് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇനി വെള്ളം കൂടെ ഒന്ന് പമ്പ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ മതി. നമ്മുടെ പ്രഷർ പമ്പിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും എൻ്റെ അതിലും ഹോസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ടെഫ്ലോൺ ടേപ്പൊക്കെ ചുറ്റിയെടുക്കാം, വെള്ളം ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ പ്രഷർ പമ്പ് കാണാൻ ചെറുതാണെങ്കിലും ഔട്ട്ലെറ്റിൻ്റെ ഹോസ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിപ്പിക്കണം. അത്യാവശ്യം നല്ല പ്രഷർ തന്നെ ആയതുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുപോകും. ഞാനിപ്പോൾ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻലെറ്റിൻ്റെ ഹോസാണ്. ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗാർഡനൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ കളറുള്ള ഹോസാണ് ഇൻലെറ്റിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പ്രഷർ പമ്പ് വെച്ച് ആദ്യം ചെയ്യാൻ പോണത്, ചില വീടുകളുടെയൊക്കെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് തീരെ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ അവിടുത്തെ ടാപ്പിൽ വരുന്ന വെള്ളത്തിനൊന്നും ഒട്ടും പ്രഷർ കാണില്ല. അപ്പോൾ ആ ടാപ്പിൽ നിന്ന് തന്നെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെടികൾ നനയ്ക്കാൻ വേണ്ടി ചെറിയ സ്പ്രിങ്ക്ലറോ ഒന്നും വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്നത് 12 mm ഹോസാണ്. ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെറിയ സ്പ്രിങ്ക്ലർ പിടിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രഷർ പമ്പിലേക്ക് ഔട്ട്ലെറ്റിൻ്റെ ഹോസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ക്ലാമ്പ് ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ചെറിയ സ്പ്രിങ്ക്ലർ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത്. ഹോസയിൽ ആദ്യം നമുക്ക് കുറച്ച് സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്തെടുക്കാം. ഹോസയിൽ എന്തായാലും കുറച്ച് ഹോളിട്ട് സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പരീക്ഷണാർത്ഥം ആയതുകൊണ്ട് നമ്മളൊരു 3-4 ഫിറ്റ് ചെയ്യണുള്ളൂ. ഹോസിൻ്റെ മറ്റേ എൻഡ് നമ്മൾ അടച്ചെടുത്ത ശേഷമാണ് സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്ത് ഓൺ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു വാൽവാണ് ഫിറ്റ് ചെയ്തത്. വാൽവ് ഫിറ്റ് ചെയ്ത് ചുമ്മാ ഒന്ന് പ്രഷർ പമ്പ് ഓൺ ചെയ്തു. പ്രഷർ കാരണം വാൽവ് തെറിച്ച് പോയി. അതുകൊണ്ട് ഫുൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് അങ്ങ് കവർ ചെയ്തു. നമ്മൾ ഫിറ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കിട്ടിയത്. സിംഗിൾ മോട്ടർ ആണെങ്കിലും വീടിൻ്റെ മുകളിലുള്ള ടാങ്കിൽ നിന്ന് വന്ന വെള്ളമല്ലാതെ താഴെ ബക്കറ്റിലിരിക്കുന്ന വെള്ളമാണെങ്കിലും നമ്മുടെ ഈ പ്രഷർ പമ്പ് വെച്ച് അടിപൊളിയായിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ മോഡലിൽ ഡബിൾ മോട്ടർ വരുന്ന പ്രഷർ പമ്പാണെങ്കിൽ അത്യാവശ്യം നല്ല കിട്ടിലും പവർ തന്നെ കിട്ടും. ഇനി നമ്മുടെ പ്രഷർ പമ്പിൻ്റെ പവറിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വാട്ടർ ഗൺ അറ്റത്ത് ഫിറ്റ് ചെയ്ത ശേഷമാണ്. നമ്മുടെ പ്രഷർ പമ്പിലേക്ക് ഔട്ട്ലെറ്റിൻ്റെ എന്ത് ഹോസ് ഫിറ്റ് ചെയ്യുമ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം. ഹോസ് ഫിറ്റ് ചെയ്ത ശേഷം ക്ലാമ്പ് വിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തു. നമ്മുടെ പ്രഷർ പമ്പിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സിംഗിൾ മോട്ടർ ആയതുകൊണ്ട് തന്നെ അധിക സമയം നമുക്കിങ്ങനെ ഒത്തിരി പ്രഷർ കിട്ടില്ല. ആദ്യം നമുക്ക് കുറച്ച് സമയം കിട്ടും, വീണ്ടും നമ്മുടെ പ്രഷർ ഗണ്ണിൻ്റെ സാധനം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ഇതേ പവർ തന്നെ കിട്ടും. ഈ കാർഷിക ആവശ്യത്തിനുള്ള സ്പ്രെയറൊക്കെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ ഈ മോട്ടർ വെച്ച് അടിപൊളി നല്ല കിട്ടിലിനായിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത കിട്ടിലും വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.